ഓം സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അതാത്രി ഷഷ്ടിതമോധ്യായകം. ഇന്ന് 63-ാമത്തെ അധ്യായത്തില് 34 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഭഗവാൻ ചക്രായുധം കൊണ്ട് ബാണാസുരന്റെ ഓരോ കൈകളായിട്ട് അറുത്തുകൊണ്ടിരുന്നപ്പോൾ ശ്രീരുദ്രൻ കൃഷ്ണനെ വന്ന് തൊഴുത് നമസ്കരിച്ച് സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ബാണാസുരൻ എന്റെ ഇഷ്ടനും അനുചരനും ദയയ്ക്ക് പാത്രീഭൂതനുമായവനുമാണ്. അവന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. അങ്ങ് പ്രഹ്ലാദനിൽ പ്രസാദിച്ചതുപോലെ ഇവനിലും പ്രസാദിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങയ്ക്ക് പ്രിയമാകുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇവനെ ഞാൻ കൊല്ലുന്നില്ല. കാരണം പ്രഹ്ലാദന് ഞാൻ വരം കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന്റെ 21 തലമുറയ്ക്ക് നാശമുണ്ടാവുകയില്ല എന്ന്. ഇവന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായാണ് ഞാൻ ഇവന്റെ കൈകൾ മുറിച്ചത്. ഇനി മുറിക്കാത്ത ശേഷിച്ച ഇവന്റെ 4 കൈകൾ ശക്തിമത്തുകളും നാശമില്ലാത്തതും ആയിത്തീരും. ഇവന് ഒന്നിൽ നിന്നും ഭയവും ഉണ്ടാവുകയില്ല. ഇപ്രകാരം അഭയം സിദ്ധിച്ച ബാണാസുരൻ കൃഷ്ണനെ നമസ്കരിച്ചു. അനിരുദ്ധനെയും ഉഷയെയും തേരിൽ കയറ്റി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഭഗവാനും യാദവ സൈന്യങ്ങളും അനിരുദ്ധനെയും ഉഷയും കൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ശ്രീരുദ്ര ഉവാചാം ത്വം ഹി ബ്രഹ്മ പരം ജ്യോതിർ ഗൂഢം ബ്രഹ്മണി വാഗ്മയേ യം പശ്യന്തമലാത്മാന ആകാശമിവ കേവലം. ത്വം ഹി ബ്രഹ്മ പരം ജ്യോതിഹി ഗൂഢം ബ്രഹ്മണി വാഗ്മയേ. ത്വം അങ്ങ് വാഗ്മയേ വാക്കാകുന്ന സ്വരൂപത്തോടുകൂടി ബ്രഹ്മണി ബ്രഹ്മത്തിൽ ഗൂഢം മറഞ്ഞിരിക്കുന്ന പരം ജ്യോതി. തേജസ്സിനും തേജസ്, പരം ജ്യോതി, ജ്യോതിക്കും പരമായിട്ട്, ജ്യോതിസിനും ജ്യോതിയായിട്ടിരിക്കുന്നതാണ്. അങ്ങ് വാക്കാവുന്ന സ്വരൂപത്തോടുകൂടി ബ്രഹ്മത്തിൽ മറഞ്ഞിരിക്കുന്ന തേജസ്സാണ്. കാരണം എന്താണ്? അങ്ങയെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്നില്ല. ശബ്ദബ്രഹ്മമയമായിരിക്കുന്ന വേദവും കൂടി അങ്ങയെ സ്പഷ്ടമായി പറയുന്നില്ല. അതിനാൽ അങ്ങ് വാക്കിനും മനസ്സിനും വിഷയമല്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഉപനിഷത്തിൽ പറയുന്നത് പോലെ വാക്കിനും മനസ്സിനും അപ്പുറത്താണ് അങ്ങയുടെ മാഹാത്മ്യം. സർവ തേജസ്സുകളെയും പ്രകാശിപ്പിക്കുന്ന പരം ജ്യോതിസാണ് അങ്ങ്. അങ്ങ് പരബ്രഹ്മമാണ്. അമലാത്മനഃ നിർമ്മല മനസ്സുള്ള മഹാന്മാർ ആകാശമിവ ആകാശത്തെ എന്ന പോലെ കേവലം പരിശുദ്ധനായി യം യാതൊന്നിനെ പശ്യന്തി കാണുന്നു. അപ്പൊ അങ്ങ് ആകാശം പോലെ സർവവ്യാപിയാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധ ചിത്തമുള്ള മഹാത്മാക്കൾക്ക് മാത്രം അങ്ങയെ അനുഭവിച്ച് അറിയാൻ കഴിയുന്നു, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നു. മറ്റാർക്കും അങ്ങയെ കാണാൻ സാധിക്കുകയില്ല. ശ്രീരുദ്രോവാച ത്വം ഹി ബ്രഹ്മ പരം ജ്യോതിർ ഗൂഢബ്രഹ്മണി വാങ്മയേ യം പശ്യന്ത്യമലാത്മാന ആകാശമിവ കേവലം. ശ്ലോകം 35. നാഭിർനഭോഗ്നിർമുഖമംബുരേതോ ദൗശീർഷമാശ ശുദ്രംഘ്രിറുർവി ചന്ദ്രോമനയസ്യ ദൃക്കർക്ക ആത്മാ അഹം സമുദ്രോ ജഡരംബുജേന്ദ്ര. അപ്പോ ഇനിയുള്ള ശ്ലോകങ്ങൾ ഈ 35 36 അതായത് ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനമാണ്.
ഇതില് നാരായണീയത്തിനും വിരാട് സ്വരൂപ വർണ്ണനം ഉണ്ടല്ലോ. അത് പല ഇതിലും ഉണ്ട്. ഭാഗവത്തിൽ ആദ്യവും വന്നിട്ടുണ്ട് വിരാട് സ്വരൂപ വർണ്ണനം, രണ്ടാമത്തെ സ്കന്ധത്തിലും ഉണ്ട്. പലയിടത്തും ഇങ്ങനെ വരുന്നതാണിത്. അപ്പൊ ആ വിരാട് സ്വരൂപ വർണ്ണനമാണ് 25 മുതൽ 36 വരെയുള്ള, അല്ല 35-36 ശ്ലോകങ്ങളിൽ. നാഭിർ നഭഹ യസ്യ നാഭി, യാതൊരുവന്റെ നാഭി സ്ഥാനം എന്ന് പറയുന്നത് നഭക ആകാശമാണ്. അങ്ങയുടെ നാഭി, അതായത് വിരാട് സ്വരൂപൻ. അതുപോലെ പുരുഷ സൂക്തത്തില് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ വിരാട് സ്വരൂപം. അപ്പൊ അങ്ങനെ വരുമ്പോ ഭഗവാന്റെ നാഭി സ്ഥാനം എന്ന് പറയുന്നത് ആകാശമാണ്. നാഭിഹി നഭഹ അഗ്നിർമുഖം, അഗ്നി എന്ന് പറയുന്നത്, മുഖം എന്ന് പറയുന്ന അഗ്നിയാണ്. അഗ്നിർമുഖം അംബു രേതഹ, രേതസ് ശുക്ലം എന്ന് പറയുന്നത് അംബു ജലം. ദൗ ശീർഷം, അങ്ങയുടെ ശിരസ്, ശീർഷം എന്ന് പറയുന്ന ദൗ അന്തരീക്ഷമാണ്. ശ്രുതി ആശ ശീർഷം ആശ ശ്രുതിഹി, ശ്രോത്രം കാത് എന്ന് പറയുന്നത് ആശ ദിക്കുകളാണ്. അംഗ്രിഹി കാലടി എന്ന് പറയുന്ന ഉർവി ഭൂമിയാണ്. മനഹ മനസ്സെന്ന് പറയുന്ന ചന്ദ്രനാണ്. ദൃക്ക് കണ്ണെന്ന് പറയുന്നത് അർക്ക സൂര്യക. ചന്ദ്രമോ മനസ്സോ ജാതോ ചക്ഷോ സൂര്യോ ജായത, അത് പുരുഷ സൂക്തത്തിൽ പറയും. ചന്ദ്രൻ മനസ്സാണ്, ചക്ഷോ സൂര്യോ ജായത, കണ്ണെന്ന് പറയുന്നത് സൂര്യനാണ്. ആത്മ അഹങ്കാരം, അഹം ഞാൻ രുദ്രൻ, അഹങ്കാരം എന്ന് പറയുന്ന രുദ്രനാണ്. ജഠരം വയറെന്ന് പറയുന്നത് സമുദ്രമാണ്. ഭുജ കൈകൾ എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്. അപ്പൊ ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തരാണ്. ഭഗവാന്റെ സഗുണ രൂപം എന്ന് പറയുന്നത് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ വിരാട് സ്വരൂപമാണ്. അത്തിപ്പഴത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു പുഴുവിന് ബാഹ്യലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ അത് തന്നെ സ്വർഗം എന്ന് പറഞ്ഞതിരിക്കും. അതുപോലെ നമ്മളിപ്പോ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോണിൽ വസിക്കുന്നവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ഭഗവാൻ എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഏതോ വാചോ എന്ന് വർത്തത്തെ അപ്രാപ്യ മനസാസഹ, മനസ്സിനും വാക്കിനും അപ്പുറമാണ് ഭഗവാൻ. നാഭിർനഭോ അഗ്നേർ മുഖമംബുരേതോ ദൗശീർഷമാശ ശുദ്രംഘ്രിർവി ചന്ദ്രോ മനോ യസ്യ ദൃക് അർക്ക ആത്മാ, ദൃക് അർക്ക എന്നാണ്. അർക്ക ആത്മാ അഹം സമുദ്രോ ജഠരം ഭുജേന്ദ്രഃ. ശ്ലോകം 36. രോമാണി യസ്യ ഔഷധോ അംബുവാഹ കേശാവിരിഞ്ചോ തിഷണാ വിസർഗ പ്രജാപതിർഹൃദയമസ്യ ധർമ്മ സവൈ ഭഗവാൻ പുരുഷോ ലോകകൽപക. രോമാണി യാതൊരുവന്റെ രോമം, യസ്യ ഔഷധ, യസ്യ രോമാണി ഔഷധയ, ഓഷധികളാണ്, ചെടികളാണ് ഭഗവാന്റെ രോമങ്ങൾ. കേശാഹ തലമുടിയാണെങ്കിലോ അംബുവാഹക, അംബുവാഹക കേശ, കേശാഹ തലമുടികൾ, അംബുവാഹ മേഘമാണ്. വിരിഞ്ചോ തിഷണ, തിഷണ എന്ന് വെച്ചാൽ ബുദ്ധി, വിരിഞ്ചൻ ബ്രഹ്മാവ്, ഭഗവാന്റെ ബുദ്ധി എന്ന് പറയുന്ന ബ്രഹ്മാവാണ്. വിസർഗ മേട്രം, ഗുഹ്യപ്രദേശം എന്ന് പറയുന്നത് പ്രജാപതിയാണ്. യസ്യ ഹൃദയം ധർമ്മ, ഭഗവാന്റെ ഹൃദയം എന്ന് പറയുന്നത് ധർമ്മമാണ്. സഹ ഭഗവാൻ വൈ, ആ ഭഗവാനെ തന്നെ ലോകകൽപക, ലോക രൂപനായ പുരുഷക, പുരുഷൻ. അപ്പൊ ഭഗവാൻ തന്നെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ വിരാട് പുരുഷൻ. ഭഗവാന്റെ ഓരോ ഭാഗം ആ പ്രപഞ്ചത്തിലെ ഓരോന്നാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നാരായണീയത്തില് അവിരാട് സ്വരൂപവർണ്ണനം പറയും. പിന്നെ ഭാഗവത്തിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. രോമാണിയസ്യ ഔഷധോ അംബുവാഹ കേശാവിരിഞ്ചോ തിഷണാ വിസർഗ പ്രജാപതിർഹൃദയമസ്യ ധർമ്മ സവൈ ഭഗവാൻ പുരുഷോ ലോകകൽപക. ശ്ലോകം 37. തവാവതാരോയമകുണ്ഡധാമൻ ധർമ്മസ്യ ഗുപ്തൈ ജഗതോ ഭവായ വയം ച സർവേ ഭവതാനുഭാവിത വിഭാവയാമോ ഭുവനാനി സപ്ത. തവ അവതാരക അയം അകുണ്ഡധാമൻ
ധർമ്മസ്യ ഗുപ്തൈ ജഗതഃ ഭവായ വയം ച സർവേ ഭവതാനുഭാവിതഃ വിഭാവയാമോ ഭുവനാനി സപ്ത തവ അവതാരക അയം അകുണ്ഠധാമൻ. അകുണ്ഠമായ നാശരഹിതമായ ധാമത്തോടു കൂടിയവനെ. ഭഗവാന്റെ ധാമത്തിന് നാശമില്ല. ഭഗവാന്റെ സ്വരൂപത്തിന് യാതൊരു നാശവും ഇല്ല. അയം ഈ തവ അവതാരം, അങ്ങയുടെ അവതാരം ധർമ്മസ്യ ഗുപ്തൈ, ധർമ്മത്തിന്റെ രക്ഷണായിക്കൊണ്ടാണ്, ജഗതക ലോകത്തിന്റെ ഭവായ വൃത്തിക്കായിക്കൊണ്ടാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ എന്നാണ് അല്ലെ. ധർമ്മത്തെ രക്ഷിക്കാനാണ് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നത്. ധർമ്മത്തിന്റെ രക്ഷയ്ക്കായിക്കൊണ്ടും ജഗതക ലോകത്തിന്റെ ഭവായ അഭിവൃദ്ധിക്കായിക്കൊണ്ടും സർവം വയം ഞങ്ങളെല്ലാവരും ഭവത അങ്ങയാൽ അനുഭാവിത പാലിക്കപ്പെട്ടവരായി സപ്തഭുവനാൻ 7 ലോകങ്ങളെ വിഭാവയാമ പരിപാലിക്കുന്നു. അപ്പൊ ഇവിടെ സ്തുതിക്കുന്നത് ആരാണ്? ശിവനാണ്, പരമേശ്വരനാണ് സ്തുതിക്കുന്നത്. അപ്പൊ കാണപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തിന് നാശമില്ല. ഭഗവാൻ ധർമ്മം പരിപാലിക്കുന്നു. ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടി കരുണയോടുകൂടി സ്വീകരിച്ച ലീലാ വിഗ്രഹമാണ് അങ്ങയുടേത്. ഈ കാണപ്പെടുന്ന ദിവ്യമംഗള രൂപം. ദിക്പാലകന്മാരായ ഞങ്ങൾ അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായി സപ്തലോകങ്ങളെയും പാലിക്കുന്നു. അപ്പൊ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. തവാവതാരോയം അകുണ്ഠധാമൻ ധർമ്മസ്യ ഗുപ്തൈ ജഗതോ ഭവായ വയം ച സർവേ ഭവതാനുഭാവിത വിഭാവയാമോ ഭുവനാനി സപ്ത. ശ്ലോകം 38. ത്വമേകാദ്യ പുരുഷോദ്വിതീയ സ്തുര്യസ്ത്വദൃഖേതുർ അഹേതുരീശ പ്രദീയസേധാപി യഥാ വികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധൈ. ത്വം ഏകഃ ആദ്യഃ പുരുഷഃ അദ്വിതീയഃ തുര്യഃ സ്വദൃക് ഹേതുഃ അഹേതുഃ ഈശ പ്രദീയസേ അതാ അപി യഥാ വികാരം സ്വമായയാ സർവഗുണ പ്രസിദ്ധൈഃ. ത്വം അങ്ങ് ആദ്യഃ ആദിയിൽ ഭവിച്ചവനും പുരുഷനും ഏകഃ സജാതീയരഹിതനും അദ്വിതീയഃ വിജാതീയരഹിതനും തുര്യഃ അവസ്ഥാത്രയ സാക്ഷിയും ഹേതുഹു എല്ലാത്തിനും കാരണഭൂതനും അഹേതു കാരണമില്ലാത്തവനും ഈശഃ നിയന്താവുമാകുന്നു. തഥാപി എങ്കിലും സ്വമായയാ തന്റെ മായാശക്തി കൊണ്ട് സർവഗുണപ്രസിദ്ധൈ സർവവിഷയങ്ങളുടെ പ്രസിദ്ധിക്ക് വേണ്ടി യഥാ വികാരം വികാരത്തെ അനുസരിച്ച് പ്രതീയസെ കാണപ്പെടുന്നു. അങ്ങ് വികാരഹീനനാണ്. പക്ഷേ അങ്ങ് വികാരത്തെ അനുസരിച്ച് ആണ് അറിയപ്പെടുന്ന പോലെ തോന്നുന്നു. കാരണം നിമിത്ത കാരണവും ഉപാദാന കാരണവും അങ്ങ് തന്നെയാണ്. സൃഷ്ടിയായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അങ്ങ് തന്നെ എന്ന് നാരായണ ഗുരു പറയും ദൈവദശകത്തിൽ. സൃഷ്ടിയും സൃഷ്ടിക്കുള്ള കാരണവും സൃഷ്ടിജാലവും അങ്ങ് തന്നെ. അപ്പോൾ അതിന്റെ ഉപാദാന കാരണവും അതിന്റെ നിമിത്ത കാരണവും അങ്ങ് തന്നെ. പിന്നെ അങ്ങ് എന്തിന് ശരീരം എടുത്തിരിക്കുന്നു? അങ്ങ് ശരീരം എടുത്തിരിക്കുന്നത് സർവ വിഷയങ്ങളുടെയും പ്രകാശനത്തിന് വേണ്ടി ശരീരം ധരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങ് പാലിക്കുന്നു, സംരക്ഷിക്കുന്നു, സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അത് അജ്ഞാന ദശയിലാണ്. പരമാർത്ഥ ദശയിൽ സർവവുമായി വിളങ്ങുന്ന അങ്ങ് ഏകൻ മാത്രമാണ്. അങ്ങയെ കൂടാതെ അണുമാത്രവും ഇവിടെ ഇല്ല. പലതായി കാണുന്നുവെങ്കിലും ഭഗവാൻ ഏകനാണ്. ത്വമേകാദ്യ പുരുഷോദ്വിതീയ തുരീയ സ്വദൃക് ഹേതുരഹു അഹേതുരീശ പ്രതീയസേധാപി യഥാ വികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധൈ. ശ്ലോകം 39.
9. യഥൈവ സൂര്യപിഹിത ഛായയാ സ്വയാ ഛായാം ച രൂപാണി ച സഞ്ചകാസ്തി ഏവം ഗുണേനാപിഹിതോ ഗുണാംസ്ത്വം ആത്മപ്രദീപോ ഗുണിനിശ്ച ഭൂമൻ. യഥ ഏവ സൂര്യഃ പിഹിത ഛായയാ സ്വയാ ഛായാ ച രൂപാണി സഞ്ചക അസ്തി. സൂര്യൻ എപ്രകാരമാണോ സ്വഛായയ തന്റെ നിഴലിനാൽ പിഹിത മറയ്ക്കപ്പെട്ട് കാണപ്പെടുന്നു. അപ്പൊ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും ഉത്ഭവിച്ച മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ സൂര്യനെ മറയ്ക്കും. അപ്പോ ആ സൂര്യൻ ആ മേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്ന കടാതി പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ്. അങ്ങനെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ ചിലപ്പോൾ ഈ മേഘങ്ങൾ മറയ്ക്കും. അപ്പൊ അങ്ങനെ സൂര്യന്റെ നിഴൽ സൂര്യനെ മറയ്ക്കുന്ന പോലെ രൂപങ്ങളും സഞ്ചികാസ്തി അങ്ങയുടെ മായയിൽ നിന്ന് ഉത്ഭവിച്ച അഹങ്കാരം ജീവസ്വരൂപനായ അങ്ങയെ മറയ്ക്കുന്നു എങ്കിലും ഭൂമൻ ഹേ സർവവ്യാപി ഉള്ളവനെ ഏവം ഇപ്രകാരം ആത്മപ്രദീപക സ്വയം പ്രകാശിക്കുന്ന ത്വം അങ്ങ് ഗുണത്താൽ അഭിഹിതക മറയ്ക്കപ്പെട്ടവനായി. ഗുണങ്ങളെയും ഗുണിയെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഈ അഹങ്കാരം അല്ലെങ്കിൽ ആ മനോവൃത്തികൾ ഇതിനെ മറയ്ക്കുന്നു. അപ്പോൾ ഈ അഹങ്കാരവും മനോവൃത്തികൾ നീങ്ങുമ്പോൾ, അജ്ഞാനം നീങ്ങുമ്പോൾ ഭഗവാന്റെ സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സൂര്യനെ മേഘം മറയ്ക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. മേഘം നീങ്ങുമ്പോൾ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണ്. അതുപോലെ സ്വയം പ്രകാശിച്ചിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അഹങ്കാരവും അതുപോലെ മനോവൃത്തികളൊക്കെ കൊണ്ട് അതിനെ മറച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ, അജ്ഞാനം നീങ്ങിയാൽ ആ ഭഗവാനെ നമുക്ക്, ആ പ്രകാശിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കും. ഇപ്പൊ ജീവസ്വരൂപനായ അങ്ങ് മറയ്ക്കുന്നുവെങ്കിലും ജീവൻ ഗുരു ഉപദേശത്താൽ മലർ നിർമുക്തമായി ഭവിക്കുന്നു. അപ്പൊ ഗുരുവിന്റെ ഉപദേശത്താൽ എങ്ങനെയാണ് ഈ അജ്ഞാനത്തെ അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളെ, കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് ഗുരു ഉപദേശത്താൽ നമുക്ക് മനസ്സിലാകും. അതായത് നാമസങ്കീർത്തനം കൊണ്ടും സത്സംഗം കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാം നമുക്ക് ഈ അജ്ഞാനത്തെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ സ്വയം പ്രകാശിക്കുന്ന സ്വരാടായ ആ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. യഥൈവ സൂര്യപിഹിത ഛായയാ സ്വയം ഛായാം ച രൂപാണി സഞ്ചകാസ്തി ഏവം ഗുണേനാഭിഹിതോ ഗുണാംസ്ത്വം ആത്മപ്രദീപോ ഗുണിനശ്ച ഭൂമൻ. ശ്ലോകം 40. യന്മായാ മോഹിത ധിയാ പുത്രധാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്ത വ്രജിനാർണവേ. യന്മായാ മോഹിത ധിയഃ പുത്രധാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്ത വ്രജിനാർണവേ. യന്മായാ മോഹിത ധിയഃ യാതൊരുവന്റെ മായയാൽ മോഹിക്കപ്പെടുന്ന ബുദ്ധിയോടുകൂടിയവൻ വ്രജിനാർണവേ സംസാര സമുദ്രത്തിൽ പ്രസക്ത ഏറ്റവും ആസക്തിയുള്ളവരായിട്ട് പുത്രധാര ഗൃഹാദിഷു പുത്രന്മാർ, ഭാര്യമാർ, ഗൃഹങ്ങൾ മുതലായവയിൽ ഉമ്മജ്ജന്തി പൊങ്ങുന്നു, നിമജ്ജന്തി മുങ്ങുന്നു. അപ്പൊ ഭഗവാന്റെ മായയിൽ മോഹിതരായി നമ്മൾ സംസാര സമുദ്രത്തിൽ കിടന്ന് മുങ്ങുകയും പൊങ്ങുകയും എല്ലാം ചെയ്യുകയാണ്. അപ്പൊ അതായത് ആ സംസാരമാകുന്ന പുത്രൻ, ഭാര്യ, ധനസമ്പത്ത്, ഗൃഹം, അപ്പൊ ഇതിലൊക്കെ മോഹിതരായി വിഷയാസക്തരായി നമ്മൾ ഈ സംസാര സമുദ്രത്തിൽ കിടന്ന് ഭ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മായയിൽ കിടന്ന് ഭ്രമിക്കുമ്പോൾ മായയുടെ നാഥനായിരിക്കുന്ന ഭഗവാനെ മോഹിക്കാൻ മായയ്ക്ക് സാധിക്കുകയില്ല. അപ്പൊ നമുക്ക് ആ മായയിൽ നിന്ന് കരയിടണമെങ്കിൽ എന്ത് ചെയ്യണം? മായാധിനാഥനായ ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ മായ ഇല്ലാതെയാകും. യന്മായ മോഹിത ധിയ
പുത്രധാര ഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്ത വ്രജനാർണവേ. ശ്ലോകം 41. ദേവദത്തമിമം ലബ്ധ്വാ നിർലോകമജിതേന്ദ്രിയ യോനാദ്രിയേത ത്വത്പാദൗ ന ശോച്യോ ഹി ആത്മവഞ്ചകഃ. ദേവദത്തം ഇമം ലബ്ധ്വാ നിർലോകം അജിതേന്ദ്രിയഃ യഃ നാദ്രിയേത ത്വത്പാദൗ ന ശോച്യഃ ഹി ആത്മവഞ്ചകഃ. ദേവദത്തം ഇമം, ദേവദത്തം ദാനം, ദേവനാൽ ദാനം ചെയ്യപ്പെട്ട ഇതം നിർലോകം, ഈ മനുഷ്യലോകത്തെ ലഭിച്ചിട്ട് അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായ യഹ, യാതൊരുത്തൻ ത്വത്പാദവും, അങ്ങയുടെ പാദങ്ങളെ ന ആദ്രിയെ, ആദരിക്കാതിരിക്കുന്നുവോ സഹ, അവൻ ശോച്യഹ, ശോചിക്കപ്പെടാൻ യോഗ്യനും ആത്മവഞ്ചക, സ്വയം വഞ്ചിക്കുന്നവനും ആകുന്നു. ഈ നിശ്ചയം. അപ്പൊ നമുക്ക് ഒരു മനുഷ്യലോകം കിട്ടിയിരിക്കുകയാണ്, മനുഷ്യദേഹം കിട്ടിയിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾ, 84 കോടി യോനികൾ ജനിച്ചിട്ടാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് മഹാഭാഗ്യമാണ്. അപ്പൊ ഈ മനുഷ്യജന്മത്തെ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പാദഭക്തി വളർത്തിയില്ലെങ്കിൽ ഈ മനുഷ്യ ജന്മം കൊണ്ട് യാതൊരു ഫലവുമില്ല. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാത്ത ആൾക്കാർക്ക് അവർ ദുഃഖിക്കുക തന്നെ ചെയ്യും. ഈ മനുഷ്യദേഹം ഇപ്പൊ നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിവേകം കൊണ്ട് ഗുരുപദേശേന ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ച് വിഷയാസക്തി ഇല്ലാതായി വിരക്തി വന്ന് ഭഗവാന്റെ പാദപത്മങ്ങളെ ഭജിച്ച് ജന്മം സഫലമാക്കാൻ ശ്രമിക്കണം. അല്ലാത്തവനോ ആത്മവഞ്ചകനാണ്. അവൻ ഈ സംസാരത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യജന്മം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് മൃഗങ്ങൾക്കൊന്നും സാധിക്കില്ല. കാരണം എന്താണ്? വിവേകബുദ്ധിയില്ല. മനുഷ്യന് മാത്രമേ വിവേകബുദ്ധിയുള്ളൂ. അപ്പൊ മനുഷ്യജന്മം കിട്ടി, വിവേകബുദ്ധി കിട്ടി, കലികാലത്തിൽ ജനിച്ചു. നാമസങ്കീർത്തനം കൊണ്ട് തന്നെ കലികാലത്തിൽ മോക്ഷം ലഭിക്കുകയും ചെയ്യും. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പദം. അപ്പൊ ഹരിയുടെ പദത്തിലെത്താൻ ഈ കലികാലത്തിൽ നാമസങ്കീർത്തനം ഒന്നു മതി. നമുക്ക് ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നരജന്മം, മനുഷ്യജന്മം സഫലമാക്കി തീർക്കാൻ സാധിക്കും. ദേവദത്തമിമം ലബ്ധ്വാ നിർലോകമജിതേന്ദ്രിയ നോ നാദ്രിയേത തത്പാദൗ ന ശോച്യോ ഹി ആത്മവഞ്ചകഃ. ശ്ലോകം 42. യസ്ത്വാം വിസൃജതേ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്യമൃതം ത്യജൻ. യഹ ത്വാം വിസൃജതേ മർത്യഃ, യഹ മർത്യഃ, യാതൊരു മനുഷ്യൻ ആത്മാനം, ആത്മാവായും പ്രിയം, പ്രിയനായും ഈശ്വരം, നിയന്താവ് ഈശ്വരനുമായിരിക്കുന്ന ത്വാം, അങ്ങയെ വിപര്യേന്ദ്രിയ അർത്ഥാർത്ഥം, വിപരീതങ്ങളായ ഇന്ദ്രിയാർത്ഥങ്ങൾക്ക് വേണ്ടി, ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി വിസൃജതയെ ഉപേക്ഷിക്കുന്നു. അതായത് വിഷയാസക്തി, പല മനുഷ്യർക്കും വിഷയത്തിലാണ് ശ്രദ്ധ, ഭഗവാനിൽ ആർക്കും ശ്രദ്ധയില്ല. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ വിഷയത്തിലേക്ക് തിരിച്ച് അങ്ങയെ ഉപേക്ഷിക്കുന്നു. സഹ, അവൻ അമൃതം, അമൃതത്തെ ത്യജാൻ, ഉപേക്ഷിച്ചിട്ട് വിഷത്തെ അത്തി ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ളവൻ അമൃത സ്വരൂപനായ ഭഗവാനെ ഉപേക്ഷിച്ച് വിഷസ്വരൂപമായ വിഷയാസക്തികളെ അവൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വിഷയാസക്തികളിലേക്ക് പോകുന്നു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുത്രധാര ഗൃഹാദികളെ സ്നേഹിക്കുകയും ഭഗവാനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ അമൃതത്തിനെ ഉപേക്ഷിച്ച് വിഷം സ്വീകരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവൻ ശോച്യൻ തന്നെയാണ്. യസ്ത്വാം വിസൃജതേ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്യമൃതം ത്യജൻ. ശ്ലോകം 43. അഹം ബ്രഹ്മാദ വിബുധ മുനയശ്ചാമലാശയ സർവാത്മന
പ്രപന്ന ത്വാം ആത്മാനം പ്രേഷ്ടമീശ്വരം. അഹം ബ്രഹ്മ അഥ വിബുധ. അഹം ഞാനും, ബ്രഹ്മാവും, വിബുധ ദേവന്മാരും, അമലാശയ ബ്രഹ്മത്തിൽ ആശയത്തെ ഉറപ്പിച്ചിരിക്കുന്ന മുനയഹ മുനികളും, ആത്മാനം ആത്മാവായും, പ്രേഷ്ടം പരമസ്വരൂപനായും, ഈശ്വരൻ നിയന്താവുമായിരിക്കുന്ന ത്വാം അങ്ങയെ സർവാത്മഭാവത്തോടുകൂടി പ്രപന്ന ശരണം പ്രാപിച്ചവരാകുന്നു. അപ്പോൾ രാഗാദി ദോഷങ്ങളെല്ലാം നീങ്ങി അവരെല്ലാം അങ്ങയെ തന്നെ ആശ്രയിക്കുകയുള്ളൂ. അതിന് ഉദാഹരണം പറയാണ്. ഞാനും എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവനും ബ്രഹ്മാവും ദേവന്മാരും സദാ ബ്രഹ്മധ്യാനത്തിൽ ഇരിക്കുന്ന മുനികളും പ്രേമസ്വരൂപനും ആത്മാവും നിയന്താവുമായിരിക്കുന്ന അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അഹം ബ്രഹ്മാദ വിബുധ മുനയശ്ചാമലാശയ സർവാത്മനാ പ്രസന്ന ത്വാം ആത്മാനം പ്രേഷ്ടമീശ്വരം. ശ്ലോകം 44. തം ത്വാ ജഗത് സ്ഥിതി ഉദായാന്തഹേതും സമം പ്രശാന്തം സുഹൃതാത്മദൈവം അനന്യമേകം ജഗതാത്മകേതം പവാപവർഗായ ഭജാമദേവം. തം ത്വാ ജഗത് സ്ഥിതി ഉദയ അന്തഹേതും സമം പ്രശാന്തം സുഹൃതാത്മ ദൈവം അനന്യം ഏകം ജഗത് ആത്മഗേദം ഭവ അപവർഗായ ഭജാമ ദേവം. ജഗത്ത് സ്ഥിതി ഉദയ അന്തഹേതും, ജഗത്തിന്റെ സ്ഥിതിക്കും ഉദയത്തിനും അന്തത്തിനും കാരണമായും, എന്നുവെച്ചാൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായും, സമം അഭേദമായും, പ്രശാന്തം ഏറ്റവും ശാന്തമായും, സുഹൃതാത്മദൈവം സുഹൃത്തായും ആത്മാവായും ഈശ്വരനായും, അനന്യം തന്നിൽ നിന്ന് അന്യൻ അല്ലാത്തവനായും, ഏകനായിട്ട്, അതായത് രണ്ടില്ലാത്ത ഒന്നാണ് ഏകം എന്ന് പറഞ്ഞത്. ഭഗവാൻ അല്ലാതെ വേറെ ആരും ഇല്ല. സജാതീയ ഭേദരഹിതൻ, ജഗതാത്മകേതം ലോകങ്ങൾക്കും ആത്മാക്കൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന തം ത്വാ ദേവ, ആ അങ്ങാകുന്ന ദേവനെ അപവർഗായ സംസാരമോക്ഷത്തിനായിക്കൊണ്ട് ഭജിക്കുന്നു. അപ്പൊ കാണപ്പെടുന്ന സകലതും, അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് എല്ലാറ്റിലും ഒരുപോലെ വിളങ്ങുന്നവനും, എപ്പോഴും ശോഭിക്കാതെ വികാരഹീനനായിരിക്കുന്നവനും, അത്യന്തം ഹിതകാരിയും അന്തരാത്മാവും ഈശ്വരനുമായിരിക്കുന്നതും, എന്നാൽ ആത്മാവിൽ നിന്ന് അഭിന്നനും, സജാതീയ വിജാതീയ ഭേദരഹിതനും, ലോകങ്ങൾക്കും ജീവാത്മാക്കൾക്കും അധിഷ്ഠാനബോധനും, സൃഷ്ടിയാദി ലീലകളാൽ ക്രീഡിക്കുന്നവനുമായ അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു. പരമേശ്വരൻ ഭഗവാനെ ഭജിക്കുകയാണ്. തം താം ജഗത് സ്ഥിതി ഉദയാന്തഹേതും സമം പ്രശാന്തം സുഹൃതാത്മദൈവം അനന്യമേകം ജഗതാത്മകേതം ഭവാപവർഗായ ഭജാമദേവം. ശ്ലോകം 45. അപ്പോ ആദ്യം മുതല് നമ്മൾ പഠിച്ചത് 34ാമത്തെ ശ്ലോകം തൊട്ട് ശ്രീരുദ്രന്റെ സ്തുതിയാണ്. അതിൽ 35, 36 വിരാട് സ്വരൂപം എന്ന് പറഞ്ഞ്, ഇതെല്ലാം ശ്രീരുദ്രന്റെ സ്തുതി തന്നെയാണ്. ശ്ലോകം 45. അയം മമേഷ്ടോദിതോനുവർത്തി മമാഭയം ദത്തമമുഷ്യദേവ സമ്പാദ്യതാം തദ്ഭവത പ്രസാദോ യഥാഹിതേ ദൈത്യപദോ പ്രസാദക. അയം മമ ഇഷ്ടഃ ദൈതഃ അനുവർത്തി മമ അഭയം ദത്തം അമുഷ്യദേവ സമ്പാദ്യതാം തദ്ഭവതഃ പ്രസാദക യഥാഹിതേ ദൈത്യപദൗ പ്രസാദക. അയം ഇവൻ മമ എന്റെ, അതായത് ശ്രീരുദ്രൻ പറയുകയാണ്, ഇവൻ ബാണാസുരൻ ഇവൻ എന്റെ ഇഷ്ടഃ ഇഷ്ടനും, ദൈതഃ ദയയ്ക്ക് പാത്രീഭൂതനും, അനുവർത്തി എന്നെ അനുസരിക്കുന്നവനുമാണ്, ദേവ ഹേ ദേവ അമുഷ്യ ഇവന് മയ എന്നാൽ അഭയം ദത്തം ദാനം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവന് അഭയം കൊടുത്തിരിക്കുകയാണ്, ഇവനെ രക്ഷിച്ചോളാം എന്ന് ഞാൻ വരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭവതക അങ്ങയുടെ പ്രസാദക അനുഗ്രഹം സമ്പാദ്യത അങ്ങയുടെ പ്രസാദം ഇവന് ഉണ്ടാകണം, അനുഗ്രഹം ഇവന് ഉണ്ടാകണം. അങ്ങയ്ക്ക്
ദൈത്യപദവും അസുരാധിപതിയിൽ യഥാപ്രസാദത എപ്രകാരം പ്രസാദമുണ്ടായോ അതുപോലെ, അതായത് അസുരാധിപതിയായ പ്രഹ്ലാദനിൽ അങ്ങ് പ്രസന്നനായല്ലോ. നരസിംഹാവതാര കാലത്ത് എല്ലാവരും ഭഗവാനെ സ്തുതിച്ചിട്ടും ഭഗവാൻ പ്രസന്നനായില്ല. ആ അസുരപാലനായ പ്രഹ്ലാദൻ സ്തുതിച്ചപ്പോഴാണ് അങ്ങ് പ്രസന്നനായത്. അങ്ങനെ അവനിൽ പ്രസാദിച്ചതുപോലെ ഈ അസുരനിലും അങ്ങ് പ്രസാദിക്കണം. കാരണം ഇവൻ എന്റെ പ്രിയനാണ്. അയം മമേഷ്ടോ ദൈതോനുവർത്തി മമാഭയം ദത്തമമുക്ഷദേവ സമ്പാദ്യതാം തദ്ഭവത പ്രസാദോ യഥാഹിതേ ദൈത്യപദൗ പ്രസാദക. അപ്പൊ ഇത്രയും രുദ്രന്റെ സ്തുതിയാണ് ശ്ലോകം. അപ്പൊ ഇനി അടുത്ത് ഭഗവാൻ മറുപടി പറയുന്നതാണ് 46 മുതൽ. ശ്രീ ഭഗവാൻ വാച യഥാർത്ഥ ഭഗവം സ്ത്വം ന കരവാമ പ്രിയം തവ ഭവതോ യദ്വ്യവസിതം തന്മേ സാധു അനുമോദിതം. യഥാ അർത്ഥ ഭഗവൻ ത്വം, ഭഗവൻ ഹേ ഭഗവാനായുള്ളവനെ, ത്വം അങ്ങ്, നഹ നമ്മോട്, യത് യാതൊന്നാഥ, യഥ ആഥ പറഞ്ഞു, തവ പ്രിയം അങ്ങയുടെ പ്രിയത്തെ കരവാമ ചെയ്യുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞത് ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. അങ്ങയുടെ പ്രിയത്തെ ഞാൻ ചെയ്യുകയാണ്. ഭവതഹ ഭവാന്റെ വ്യവസ്ഥിത പ്രവർത്തിയെത്തി അതൊന്നോ അത് മേ എന്നാൽ സാധു നന്നായിട്ട് അനുമോദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയാൽ എന്ത് ചെയ്യപ്പെടുന്നുവോ അതിനെല്ലാം ഞാനും അനുമോദിക്കുന്നു. അപ്പൊ അങ്ങയുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ചുള്ള പ്രിയം ഞാൻ അങ്ങേക്ക് ചെയ്യുന്നുണ്ട്. ശ്രീ ഭഗവാൻ വാച യഥാർത്ഥ ഭഗവം സ്ത്വം ന കരവാമ പ്രിയം തവ ഭവതോ യദ്വ്യവസിതം തന്മേ സാധു അനുമോദിതം. ശ്ലോകം 47. അപഥ്യോയം മമാപ്യേഷ വൈരോചനി സുതോസുര പ്രഹ്ലാദായ വരോ ദത്തോ നവഥ്യോ മേ തവാന്വയഃ. അവധ്യഃ അയം മമ അഭി ഏഷഃ വൈരോചനി സുതഃ അസുരഃ പ്രഹ്ലാദായ വരഃ ദത്തഃ ന വധ്യഃ മേ തവ അന്വയഃ. വൈരോചനി സുതഃ വിരോചനന്റെ പുത്രനായ യേഷഃ അസുരഃ, ഈ അസുരൻ. അപ്പോ വിരോചനന്റെ വൈരോചനി സുത, വൈരോചനി എന്ന് പറയുമ്പോഴത്തേക്ക് മഹാബലിയുടെ പുത്രനാണ് ആര്? ഈ ബാണാസുരൻ. അപ്പൊ വൈരോചനി സുത, വിരോചനന്റെ പുത്രന്റെ പുത്രൻ. വൈരോചനി എന്ന് പറഞ്ഞാൽ വിരോചനന്റെ പുത്രൻ, അതായത് ബലി. വിരോചനി സുത, ബലിയുടെ പുത്രൻ, അതായത് ബാണാസുരൻ. പുത്രനായ അയമേഷ ഈ അസുരൻ മമാബി എനിക്കും അവധ്യനാകുന്നു. അപ്പൊ ഇവൻ എന്നാൽ കൊല്ലപ്പെടേണ്ടവനല്ല. കാരണം എന്താണ്? തവ നിന്റെ അന്വയം വംശം മേ എന്നാൽ വധിക്കപ്പെടാൻ യോഗ്യത അല്ല എന്ന് പ്രഹ്ലാദനായിക്കൊണ്ട് വരം ദത്തഹ ദാനം ചെയ്യപ്പെട്ടു. അപ്പൊ പ്രഹ്ലാദൻ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അച്ഛന്റെ പാപമെല്ലാം നശിപ്പിക്കണം, അവന്റെ അച്ഛനെ മാപ്പ് കൊടുക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അന്ന് നരസിംഹാവതാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഹ്ലാദ നിന്റെ 21 വംശം, 21 തലമുറ അവധ്യനായി തീരും, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നവനല്ലേ ഇവൻ. അപ്പൊ അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലുന്നില്ല, നിന്റെ വംശത്തെ ഞാൻ വധിക്കുന്നില്ല. അപ്പൊ വിരോചനന്റെ അച്ഛനാണ് പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനന്റെ പുത്രൻ മഹാബലിയുടെ പുത്രനാണ് ഈ ബാണാസുരൻ. അപ്പൊ അച്ഛനായ പ്രഹ്ലാദൻ എന്റെ ഭക്തന്മാരിൽ ഉത്തമനാണ്, പ്രഹ്ലാദന് നിന്റെ വംശത്തെ വധിക്കുകയില്ല എന്ന് ഞാൻ വരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെയും വധിക്കാൻ സാധിക്കുകയില്ല. അവധ്യോയം മമാപ്യേഷ വൈരോചനി സുതോസുര പ്രഹ്ലാദായ വരോ ദത്തോ നവധ്യോ മേ തവാന്വയഃ. ശ്ലോകം 48. ദർപ്പോപശമനായ പ്രവൃഗ്നാ ബാഹവോ മയാ സുദിതം ച ബലം ഭൂരി
യച്ഛ ഭാരായുധം ഭുവക. ദർപ്പോ ഉപശമനായ അസ്യ പ്രവൃഗ്ന ബാഹവഹ മയ. അസ്യ ഇവന്റെ ബാഹവഹ കൈകൾ ദർപ്പോപശമനായ അഹങ്കാര ശമനത്തിനു വേണ്ടി മയ എന്നാൽ വൃണക്ത പ്രവൃഗ്ന മുറിക്കപ്പെട്ടു. അപ്പൊ ഇവന്റെ കൈകൾ ഞാൻ എന്തിനാണ് മുറിച്ചത്? ഇവന്റെ അഹങ്കാരം. ഇവന് 1000 കൈകളുണ്ട് എന്നുള്ള അഹങ്കാരമാണ് ഇവന്. അതുകൊണ്ട് അഹങ്കാരം ശമിപ്പിക്കാനാണ് ഇവന്റെ കൈകൾ ഞാൻ മുറിച്ചത്. യാതൊന്ന് ഭൂമിക്ക് ഭാരായുധം ഭാരമാണ്. തത് ഭൂരിബലം ആ അനേക സൈന്യം സുദിതം ച നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ഇവന്റെ കൈകളെ മുറിച്ചു. അതുപോലെ ഭൂമിക്ക് ഭാരമായിരുന്ന ഇവന്റെ സൈന്യത്തെ ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. ഇനി ഇവനെ ഞാൻ കൊല്ലുകയില്ല. ദർപ്പോപശമനായാസ്യ പ്രവൃഗ്ന ബാഹവോമയ സൂദിതം ച ബലം ഭൂരി യച്ഛ ഭാരായുധം ഭുവകാം. ശ്ലോകം 49. ചത്വാരോസ്യ ഭുജാശിഷ്ട ഭവിഷ്യന്ത്യജാമരാഹ പാർഷദമുഖ്യോ ഭവതോ ന കുതശ്ചിത് ഭയോസുര. ചത്വാരഃ അസ്യ ഭുജാഃ ശിഷ്ടാഃ ഭവിഷ്യന്തി അജരാ അമര. ശിഷ്ടാഃ ശേഷിച്ച അസ്യ ചത്വാരാ ഭുജഃ ഇവന്റെ 4 കൈകൾ അജരാമര ജരകളില്ലാത്തവരും 4 കൈകൾ ശക്തിമത്തായിട്ടും നാശമില്ലാത്തവയുമായി ഭവിഷ്യന്തി ഭവിക്കും. ഭവതഃ അങ്ങയുടെ പാർഷദ മുഖ്യ സേവകന്മാരിൽ മുഖ്യനായ അസുരക ഈ അസുരൻ കുതശ്ചിത് ഭയഃ ന ഏതിൽ നിന്നും ഭയമില്ലാത്തവൻ ആകുന്നു. അപ്പൊ ഇവന് ഒന്നിൽ നിന്ന് ഇനി ഭയമുണ്ടാവില്ല. ഇവന് 4 കൈകളെ ഉള്ളെങ്കിലും അത് നാശരഹിതവും ശക്തിമത്തും ആയിരിക്കും. ചത്വാരോസ്യ ഭുജശിഷ്ട ഭവിഷ്യന്തി അജരാമര പാർഷദ മുഖ്യോ ഭവതോ ന കുതശ്ചിത് ഭയോസുര. ശ്ലോകം 50. ഇതി ലബ്ധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പ്രാത്യുമ്നിം രഥമാരോപ്യ സവത്വ സമുപാനയത്. ഇതി ലബ്ധ്വാ അഭയം കൃഷ്ണ പ്രണമ്യ ശിരസാസുര പ്രാത്യുമ്നിം രഥമാരോപ്യ സവത്വ സമുപാനയത്. അസുരൻ ഇത് ഇപ്രകാരം അഭയത്തെ ലഭിച്ചിട്ട് കൃഷ്ണനെ ശിരസ്സുകൊണ്ട് പ്രണമ്യ നമസ്കരിച്ചിട്ട് പ്രത്യുമ്നസുതനെ അതായത് അനിരുദ്ധനെ സവത്വ വധുവിനോടുകൂടി രഥം തേരിൽ ആരോപ്യ കയറ്റിയിട്ട് സമുപാനയത് കാഴ്ചവെച്ചു. അപ്പൊ അങ്ങനെ അനുഗ്രഹം കിട്ടിയ ഈ ബാണാസുരൻ എന്ത് ചെയ്തു? കൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ശിരസ്സുകൊണ്ട് പ്രണമ്യ നമസ്കരിച്ചിട്ട് അനിരുദ്ധനെയും ഉഷയെയും തേരിൽ കയറ്റി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇതി ലബ്ധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പ്രാത്യുമ്നിം രഥമാരോപ്യ സവത്വ സമുപാനയത്. ശ്ലോകം 51. അക്ഷൗഹിണ്യ പരിവൃതം സുവാസസമലങ്കൃതം പത്നീകം പുരസ്കൃത്യ യയോ രുദ്രാനുമോദിതഃ. അക്ഷൗഹിണിയാൽ പരിവൃതം ചുറ്റപ്പെട്ടവനും സുവാസ സമലങ്കൃതം ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും സപത്നീകം പത്നിയോട് കൂടുവനുമായ അവനെ അനിരുദ്ധനെ പുരസ്കൃത്യ മുമ്പേ നടത്തി രുദ്രാനാൽ അനുമോദിക്കപ്പെട്ടവനായി യയൗ യാനം ചെയ്തു. അനിരുദ്ധനെ സൈന്യങ്ങളെ മുമ്പിൽ നടത്തിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. അക്ഷൗഹിണ്യ പരിവൃതം സുവാസസമലങ്കൃതം സപത്നീകം പുരസ്കൃത്യ യയോ രുദ്രാനുമോദിതഃ. ശ്ലോകം 52. സ്വരാജധാനീം സമലങ്കൃതാം ധ്വജൈ സതോരണൈരുക്ഷിതമാർഗചത്വരാം വിവേശ ശംഖാനകദുന്ദുഭിസ്വനൈർ അഭ്യുദ്യതാം പൗരസുഹൃദ്ദിജാതിഭിഃ. സ്വരാജധാനീം സമലങ്കൃതാം ധ്വജൈഃ സതോരണൈഃ ഉക്ഷിതമാർഗ ചത്വരാം വിവേശ ശംഖ ആനക ദുന്ദുഭി സ്വനൈഃ അഭ്യുദ്യതഃ പൗരസുഹൃത് ദിജാതിഭിഃ. അപ്പോ ഭഗവാൻ ബാണാസുരനെ ജയിച്ചിട്ട് ഉഷയോടും അനിരുദ്ധനോടും കൂടി
ദ്വാരകയിലേക്ക് എഴുന്നള്ളുന്നു എന്ന വർത്തമാനം അറിഞ്ഞ് ആൾക്കാരെന്ത് ചെയ്തു? സന്തോഷത്തോടുകൂടി ദ്വാരകയൊക്കെ അലങ്കരിച്ചു. കാരണം വിവാഹമാണ്, അനിരുദ്ധന്റെ ഉഷയുടെ വിവാഹമാണ്. ദ്വാരകയൊക്കെ നല്ലോണം അലങ്കരിച്ചു. അതാണ് തോരണൈ, തോരണങ്ങളോടുകൂടിയ ത്വജൈ, കൊടികളാൽ സലങ്കൃത, ഏറ്റവും അലങ്കരിക്കപ്പെട്ടതും കൊടിക്കൂറകൾ, തോരണങ്ങൾ മുതലായവ കൊണ്ട് എല്ലായിടും അലങ്കരിച്ചു. ഉക്ഷിത മാർഗ ചത്വാര, നനയ്ക്കപ്പെട്ട പാതകളോടുകൂടിയ. അപ്പൊ പാതകൾ വരുന്ന വഴികളിലൊക്കെ ചന്ദനം, കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം തളിച്ച് പൊടിയൊക്കെ ഒതുക്കി സ്വരാജധാനി, അങ്ങനെയുള്ള തന്റെ രാജധാനിയെ പൗര സുഹൃദ്ദിജാതിഭി, പൗരന്മാർ, സുഹൃത്തുക്കൾ, ബ്രാഹ്മണർ ഇവരാൽ ശംഖ ആനക ദുന്ദുഭി സ്വനെ, ശംഖ്, ആനകം, ദുന്ദുഭി ഇവയുടെ ശബ്ദത്തോടുകൂടി അഭ്യുദ്യത, എതിരേൽക്കപ്പെട്ടവനായിട്ട് വിവേശ പ്രവേശിച്ചു. അപ്പൊ അലങ്കരിച്ച ദ്വാരകാ പട്ടണത്തിൽ ഭഗവാൻ എത്തിയപ്പോൾ പട്ടണവാസികൾ എന്ത് ചെയ്തു? ഭഗവാനിൽ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഭക്തന്മാരും ബ്രാഹ്മണരും ശംഖം, പേരി, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങളോടുകൂടി വന്ന് സൽക്കരിച്ചു. ഇങ്ങനെ സർവമംഗളസ്വരൂപനായ ഭഗവാൻ എല്ലാ മംഗളവാദ്യത്തോടും കൂടി ദ്വാരകയിൽ പ്രവേശിച്ചു. സ്വരാജധാനീം സമലങ്കൃതാധ്വജൈ സതോരണൈരുക്ഷിതമാർഗചത്വരാം വിവേശ ശങ്കാനകദുന്ദുഭി സ്വനൈ അഭ്യുദ്യത പൗരസുഹൃദ്ദിജാതിഭി. ശ്ലോകം 53. യേവം കൃഷ്ണ വിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേത് പ്രാതരുദ്ധായ ന തസ്യ സ്യാത് പരാജയഃ. ഏവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം. ഏവം ഇപ്രകാരം കൃഷ്ണവിജയം, കൃഷ്ണന്റെ ജയത്തെയും, ശങ്കരേണ സംയുഗം, ശിവനോട് ചെയ്ത യുദ്ധത്തെയും, യാതൊരുത്തൻ സംസ്മരേത് പ്രാതരുദ്ധായ, പ്രാതഃ ഉത്തായ, രാവിലെ എഴുന്നേറ്റിട്ട്, സംസ്മരേത് നന്നായി സ്മരിക്കുന്നുവോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നുവോ, തസ്യ അവന് പരാജയഃ ന സ്യാത്, തോൽവി ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പൊ കൃഷ്ണനും ശിവനും തമ്മിലുണ്ടായ ഈ യുദ്ധത്തെയും കൃഷ്ണന്റെ ജയത്തെയും കാലത്തെഴുന്നേറ്റ് ഭക്തിപൂർവം ആര് സ്മരിക്കുന്നുവോ അവന് സർവത്ര വിജയം സിദ്ധിക്കും, ഒരു തോൽവിയും ഉണ്ടാവുകയില്ല. ഏവം കൃഷ്ണ വിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേത് പ്രാതരുദ്ധായ ന തസ്യ സ്യാത് പരാജയഃ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധ അനയനം നാമ 360 സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.